അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ചെറിയ പെരുന്നാൾ ദിവസത്തിലുള്ള ചില പ്രത്യേകമായ ചില സ്പെഷ്യലായിട്ടുള്ള പ്രാർത്ഥനകളും ദിക്റുകളുമാണ്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമാണ്. ചെറിയ പെരുന്നാൾ പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വലിയ പെരുന്നാൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകളാണ്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകളാണ്. എല്ലാ ആഘോഷങ്ങളും ആരാധനയാണ്. വലിയ പടക്കം പൊട്ടിച്ച്, അതുപോലെ മറ്റുള്ളവരുടെ സ്വൈരജീവിതം നശിപ്പിച്ച് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയുള്ള ആഹ്ലാദ പ്രകടനമല്ല പരിശുദ്ധ ഇസ്ലാമിലെ ആഘോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കുക, ഇല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, പൈസ കൊടുക്കുക, പെരുന്നാൾ നിസ്കരിക്കുക, ആളുകളെ കാണുമ്പോൾ ആശംസകൾ അർപ്പിക്കുക, പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാണാൻ പോവുക, ഉമ്മാൻ്റെ വീട്ടിൽ പോവുക, ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോവുക, അയൽവാസികളൊക്കെ സന്ദർശിക്കുക. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിലെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ ചെയ്യുക എന്നതാണ്. അവസാനം എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് കഴിക്കുക എന്നതാണ്. ഇതാണ് പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിൽ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിനത്തിലെ പ്രധാനപ്പെട്ട ചില ദിക്റുകളും അതോടൊപ്പം ചില ദുആകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാനും ആ ദിവസം ആരാധനകളിൽ മുഴുകാനും അതോടൊപ്പം പ്രിയപ്പെട്ടവരെ കാണാനും യാത്രകൾ ചെയ്യാനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീടുകളിലേക്കൊക്കെ സന്ദർശനങ്ങൾ നടത്താനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ചെറിയ പെരുന്നാൾ ദിവസത്തിലെ ചില ദിക്റുകളും ദുആകളുമാണ് നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ്. ഈദുൽ ഫിത്ർ അദ്കാറും വ ദുആഉൻ ജമീലത്തുൻ, മനോഹരമായ പ്രാർത്ഥനകളും ദിക്റുകളുമാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം തക്ബീറാത്തുൽ ഈദി, പെരുന്നാൾ ദിവസത്തിൻ്റെ തക്ബീറുകളാണ്. നമുക്കറിയാം, പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്ന് പറയുന്നത് തക്ബീറാണ്, അല്ലേ? എങ്ങനെയാണ് തക്ബീർ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. നമ്മുടെ കുട്ടിക്കാലത്തെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളിൻ്റെ ദിവസങ്ങളൊക്കെ ആ നൊസ്റ്റാൾജിക് ഫീല് നമുക്കുണ്ടാവും. അതാണ് ഈ പെരുന്നാളിൻ്റെ ഈ ദിക്ർ. വല്ലാത്തൊരു ഉന്മേഷം തരുന്ന ദിക്റാണ്, നമുക്ക് വല്ലാത്തൊരു ആനന്ദം തരുന്ന ദിക്റാണ് ഈ തക്ബീർ എന്ന് പറയുന്നത്, അല്ലേ? ഒരു സന്തോഷം, ഒരു കുളിർമ തരുന്ന ദിക്ർ, മനസ്സിനൊരു സമാധാനം തരുന്ന ദിക്ർ. അള്ളാഹു ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇനി രണ്ടാമത്തത് ദിക്റു ശുക്രി ബഅദ റമളാൻ. റമളാൻ കഴിഞ്ഞല്ലോ, ആ റമളാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ദിക്ർ, ശുക്റിൻ്റെ ദിക്റുണ്ട്. എന്താണത്? അൽഹംദുലില്ലാഹില്ലദീ അആനനാ അലസ്സിയാമി വൽ ഖിയാം. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. എന്തിനാണ് സർവസ്തുതി? അആനനാ അലസ്സിയാം, റമളാൻ 30 നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ റമളാനിലെ നോമ്പുകളൊക്കെ നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു അള്ളാഹുവിനൊരു നന്ദി പ്രകടനം. അതാണ് ഈ ദിക്ർ. റമളാൻ കഴിഞ്ഞാലും പരിശുദ്ധ റമളാനിൻ്റെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ദുആ ഇരക്കണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനൊരു നന്ദി. തറാവീഹൊക്കെ മുടങ്ങാതെ നിസ്കരിക്കാൻ പറ്റി, അൽഹംദുലില്ലാഹ്. തറാവീഹൊക്കെ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കാൻ പറ്റി. അതുപോലെ 5 വഖ്ത് നിസ്കാരങ്ങളൊക്കെ മുടങ്ങാതെ ഖളാ ഇല്ലാതെ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ പറ്റി. കഴിഞ്ഞ റമളാൻ എനിക്ക് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായിട്ട് നടത്താൻ പറ്റി. അപ്പോൾ ചൊല്ലാനുള്ള ദിക്റാണിത്. അൽഹംദുലില്ലാഹില്ലദീ അആനനാ അലസ്സിയാമി വൽ ഖിയാം. നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും മേൽ എന്നെ സഹായിച്ചവനക്ക് അൽഹംദുലില്ലാഹ്, അല്ലേ? അതാണ് ഒന്നാമത്തെ അൽഹംദുലില്ലാ, ഒന്നാമത്തെ ദിക്ർ. രണ്ടാമത്തെ ദിക്ർ എന്ന് പറയുന്നത്, ഇനി പറയാനുള്ളത് മൂന്നാമത്തെ ദിക്റാണ് അദ്ദുആഉൽ ഖബൂൽ. ദുആഉൽ ഖബൂൽ. നമ്മൾ നോമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, തറാവീഹും സക്കാത്തും സദഖയും അതുപോലെ നോമ്പും തറാവീഹും വിത്റും ഒക്കെ നിസ്കരിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ നമ്മളതിന് സ്പെഷ്യലായിട്ട് ദുആ ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മഹാന്മാരൊക്കെ 6 മാസമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം.
റമദാൻ കഴിഞ്ഞിട്ട് റമദാനിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് 6 മാസം പിന്നെയും ദുആ അല്ലേ? റമദാൻ കഴിഞ്ഞിട്ട് 6 മാസം റമദാനിലെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ദുആ. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിവിൻ്റെ പരമാവധി പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും ഈ ദുആയെ അധികരിപ്പിക്കുക. ഏതാണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വജ്അൽനാ മിനൽ ഫായിസീൻ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വജ്അൽനാ മിനൽ ഫായിസീൻ. ഇതാണ് ആ പ്രാർത്ഥന. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കണേ അല്ലാ. വജഅൽനാ മിനൽ ഫായിസീൻ, വിജയിച്ച ആളുകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ മഹാന്മാരായ അമ്പിയാക്കളായ ഔലിയാക്കളായ വിജയിച്ച ആളുകളിൽ പാപികളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ എന്നതാണ് ഈ പ്രാർത്ഥന. കഴിവിൻ്റെ പരമാവധി പ്രാർത്ഥന ഒരു 10 വട്ടമാണെങ്കിൽ അങ്ങനെയെങ്കിലും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത് 4-ാമത്തെ ദിക്റു തൗബത്തി വൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാർത്ഥന ചൊല്ലലാണ്. എന്താണത്? അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. അല്ലേ? ഇസ്തിഗ്ഫാർ വിട്ടിട്ട് ഒരു പരിപാടിയില്ല. കാരണം ഈ ഇസ്തിഗ്ഫാറിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തന്നെയാണ് പെരുന്നാൾ ദിവസത്തിലും നമ്മൾ റബ്ബിനോട് ചോദിക്കേണ്ട, പടച്ചോനെ ഇന്ന് പരിശുദ്ധമായ പെരുന്നാൾ ദിവസമാണ്, ഇന്ന് 30 ദിവസത്തെ നോമ്പിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ദിവസമാണ്, ആഘോഷത്തിൻ്റെ ദിവസമാണ്. മുസ്ലിമീങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. അല്ലേ? അപ്പോൾ പെരുന്നാൾ ദിവസത്തിൻ്റെ ദിക്റുകളിൽപ്പെട്ട 4-ാമത്തേതാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത്. ഇനി 5-ാമത്തേത് ദുആഉൽ ഫറഹി വശുക്ർ. ദുആഉൽ ഫറഹി വശുക്ർ, നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും പ്രാർത്ഥന. നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും പ്രാർത്ഥന. നന്ദി നമുക്ക് എന്തിനാണ്? അള്ളാഹു നമുക്ക് പെരുന്നാളിലേക്ക് എത്തിച്ചു തന്നില്ലേ? വസ്ത്രങ്ങളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, വലിയ സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ പരിശുദ്ധമായ റമദാൻ മാസം പൂർത്തിയായതിൻ്റെ സന്തോഷമാണ് എന്ത്? പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ നന്ദിയുടെയും സന്തോഷത്തിൻ്റെയും പ്രാർത്ഥന. എങ്ങനെയാണ് ആ പ്രാർത്ഥന? اللهم اجعل العيد فرجا لنا وسرورا وبركة. اللهم اجعل هذا العيد فرجا لنا وسرورا وبركة. ഇങ്ങനെയാണ് ആ പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുവേ ഇജ്അൽ ഹാദൽ ഈദ്, അല്ലാഹുവേ ഈ പെരുന്നാളിനെ നീ ആക്കണമേ, ഫറജൻ ലനാ ഞങ്ങൾക്ക് നല്ല ഒരു സന്മാർഗം, നല്ലൊരു വഴിയാക്കി തരയണമേ, സുറൂറൻ വബറക സന്തോഷവും ബറക്കത്തുമാക്കി തരയണമേ എന്നതാണ്. ഫറജും വേണം, അതുപോലെ തന്നെ സുറൂറും വേണം, ബറക്കത്തും വേണം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി അടുത്തത് 6-ാമത്തത് ദിക്റു സ്വദഖത്തി വൽ ഇഹ്സാൻ, നന്മയുടെയും ദാനത്തിൻ്റെയും പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? اللهم اجعلنا من المحسنين وارزقنا قلبا رحيما. അല്ലാഹുവേ ഞങ്ങളെ നീ മുഹ്സിനീങ്ങളിൽ നല്ല ആളുകൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ. വർസുഖ്നാ ഖൽബൻ റഹീമാ, ഞങ്ങൾക്ക് കരുണയുള്ള ഹൃദയങ്ങൾ നൽകണേ അല്ലാ. മക്കളോട്, കുടുംബത്തിനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അതുപോലെ അയൽവാസികളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, എല്ലാവരോടും കരുണയുള്ള മനസ്സ് നൽകണമേ അല്ലാ. അതാണ് 6-ാമത്തെ പ്രാർത്ഥന. ഇനി 7-ാമത്തെ പ്രാർത്ഥന അദ്ദുആഉൽ ഉഖുവ്വത്തി വൽ മഹബ്ബ, സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയാണ്. اللهم ألف بين قلوبنا على الخير. അല്ലാഹുവേ ഇന്ന് പെരുന്നാളിൻ്റെ ദിവസമാണ്, അതുകൊണ്ട് അല്ലിഫ് ബൈന ഖുലൂബിന ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹവും ഒരുമയും നൽകണേ അല്ലാ. അല്ലേ? അമ്മായിമ്മ, മരുമകള്, ഭാര്യ, ഭർത്താവ്, ഉമ്മ, ബാപ്പ, മക്കള്, കുടുംബങ്ങള്, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ, ബന്ധം സാഹോദര്യത്തിലാക്കാനുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന വജ്മഅ അലൽ ഖൈർ, ഞങ്ങളെ നീ നന്മയിൽ ഒന്നിപ്പിക്കണമേ അല്ലാ. അല്ലേ? ഇനി അടുത്തത് 8-ാമത്തെ അവസാനത്തെ പ്രാർത്ഥനയാണ് ദിക്റു ദുആ ലിൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിന് മൊത്തമായിട്ടുള്ള പ്രാർത്ഥന. നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലൊക്കെ, പശ്ചിമേഷ്യയിലൊക്കെ വലിയ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എത്രയോ ആളുകൾ എന്തുകൊണ്ട് മരിക്കപ്പെടുന്നു എന്നറിയാതെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും അതുപോലെ ഇസ്രയേലും എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള യുദ്ധം മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്.
നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്. ലോകത്തുള്ള എല്ലാ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ടുമുള്ള പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മൻസുരിൽ മുസ്ലിമീൻ വറുഫഇൽ ബലാഅ അൻഹും. അല്ലാഹുവേ, എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ സഹായം എത്തിക്കണേ അല്ലാ. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് അകറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹു സംരക്ഷണം നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. വരാനിരിക്കുന്ന സന്തോഷത്തിൻ്റെ നാളുകൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.